മക്കള് നന്നാവാൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സാരോപദേശം ഈ ഉപദേശമാണ് ഏറ്റവും പ്രസക്തമായത്. യഹ്ഫദില്ലാഹ യഹ്ഫദുക്, മോനെ അല്ലാഹുവിനെ സൂക്ഷിക്കണം, മോനെ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, അല്ലാഹു നിന്നെ കാത്തുകൊള്ളും. എന്താണ് ആ വാക്ക്? വാപ്പയെ സൂക്ഷിക്കാം, ഉമ്മയെ പേടിക്കാം, ജ്യേഷ്ഠനെ പേടിക്കാം, നാട്ടുകാരെ പേടിക്കാം. അല്ല മോനെ, യഹ്ഫദില്ലാഹ യഹ്ഫദുക. മദീനയുടെ പ്രാന്തപ്രദേശത്തുകൂടെ, പ്രവിശാലമായ മരുഭൂമിയിലൂടെ, മലകൾക്കിടയിലൂടെ നടന്നു പോകുന്ന യാത്രയിൽ, കൊച്ചുമോനെ ഞാൻ നിനക്ക് ചില കാര്യം പഠിപ്പിച്ചു തരാമെന്ന് 6-7 വയസ്സുള്ള ഒരു മോനോട്, അത് തന്റെ മൂത്താപ്പയുടെ മകനായ ഹബീബിന്റെ കസിനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് യഹ്ഫദില്ലാഹ യഹ്ഫദുക്. എന്തൊരു മനോഹരം! ബി മൈൻഡ്ഫുൾ ഓഫ് അല്ലാഹ്, അല്ലാഹു വിൽ പ്രൊട്ടക്ട് യു. അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധം ഉണ്ടാവണം മോനെ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിനെ പറ്റി ബോധം വേണം. അല്ലാഹു കാണുന്നു, റബ്ബന്റെ കൂടെയുണ്ട്, അല്ലാഹുവിന്റെ അരികത്തുണ്ട് എന്ന് മറക്കല്ല മോനെ. യഹ്ഫദുക. നിന്റെ സ്കൂൾ ബസ്സിലും, നിന്റെ യാത്രയിലും, നിന്റെ ക്ലാസ് റൂമിലും, നീ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴും, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, യാത്രയില്, വീട്ടിലിരിക്കുമ്പോൾ, നാട്ടിലിരിക്കുമ്പോൾ, അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കും. ഒരാളുടെ മനസ്സിലും നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ, നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരാളുടെ കൽബിനും തോന്നുകയില്ല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.